Hi all, welcome to 90 Plus India's first animated live tuition. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മനീഷ് സാറ് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഗസ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്ത് ഗസ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചാപ്റ്റർ 1 ബയോളജിയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ഏതാണ്? ചാപ്റ്റർ 1 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് അറിയാം. ഓക്കെ, ഏതാണ് ആ ചാപ്റ്റർ? ഇതെന്താണിത്? ഇത് മാത്രമാണോ? ചാപ്റ്ററിന്റെ പേര് എവിടെ സാർ? ചാപ്റ്ററിന്റെ പേര് ഇതാ വരുന്നു. ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് ബാച്ച് ആണ്, നിങ്ങൾ അറിയാലോ. അതുകൊണ്ട് ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ റെഡിയാണോ എല്ലാവരും? നമുക്ക് തുടങ്ങിയാലോ? അപ്പോ പേടിക്കേണ്ട, ഇത് പണ്ടും ഉണ്ടായിരുന്നു ഈ ചാപ്റ്റർ. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്കറിയാലോ, എനിക്കറിയാലോ. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു പേടിയും പേടിക്കേണ്ട. ചാപ്റ്റർ 1 നമ്മുടെ കയ്യിൽ സെറ്റ് ആയിട്ടിരിക്കാൻ ഇരിക്കും. സാധ്യത എന്ന് ഞാൻ പറയുന്നില്ല, അതെന്റെ വായിന്ന് അറിയാലോ. എന്താ സാധ്യതയില്ല, നമ്മുടെ കയ്യിൽ തന്നെ ആ ചാപ്റ്റർ നിൽക്കും. സോ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ എന്ന് പറയുന്ന പോലെ മടിച്ചു നിൽക്കാതെ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ സ്ലൈഡിലേക്ക് പോവാമാ. നോക്കിക്കോളൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു RNA ഫ്രം ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് RNAയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന്. അതായത് ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത്. അതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത്തിരി ട്രിക്കിയാണ് അല്ലെ. DNA RNA പറയുമ്പോൾ ഒരേപോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഇത്തിരി ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് അവർക്കറിയാം. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ തന്നെ അടിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റല്ലേ? ആ മാർക്ക് കയ്യിലിരുന്നില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഹാസ് 2 strands. 2 സ്ട്രാൻഡ് ഉണ്ട്. ഏതിന്? RNA-ക്കല്ല. ആർക്കാ 2 സ്ട്രാൻഡ് ഉള്ളത്? DNA-ക്കാണ് 2 സ്ട്രാൻഡ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, റൈബോസ് ഷുഗർ ഈസ് സീൻ. റൈബോസ് ഷുഗർ, RNA എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതുകൊണ്ട് അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത്, ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ പ്രോട്ടീൻ സിന്തസൈസ്. പ്രോട്ടീൻ സിന്തസൈസിൽ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റല്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്യും. RNA ആണ് ന്യൂക്ലിയസിൽ നിന്ന് DNA-യുടെ ഇൻഫോർമേഷൻ കൊണ്ടുവരുന്ന ആള്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് DNA-യുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, ദ നൈട്രജൻ ബേസസ് ആർ അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ശ്രദ്ധിച്ചു നോക്കണം. ആരുണ്ട് അവിടെ? യുറാസിൽ ഉണ്ട്. യുറാസിൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോ, അതെന്താണ്? അത് നമ്മുടെ RNA ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ബിയും ഡിയുമാണ് RNA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യുറാസിൽ, തൈമിന് പകരം യുറാസിൽ വന്നു. തൈമിനാണെങ്കിൽ അത് DNA, യുറാസിൽ ആണെങ്കിൽ അത് RNA. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? റൈബോസ് ഷുഗർ ആൻഡ് നമ്മുടെ അഡിനിൻ, യുറാസിൽ സൈറ്റ്. അപ്പൊ ബിയും ഡിയും ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 2 സ്ട്രാൻഡ് അല്ല. എത്ര സ്ട്രാൻഡേ ഉള്ളൂ RNA-ല്? 1 സ്ട്രാൻഡേ ഉള്ളൂ. ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് അല്ല, ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ RNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. DNA RNA തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ പ്രാവശ്യം എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെച്ചിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. എവിടെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു ക്വസ്റ്റ്യൻ. ദ സ്റ്റേജസ് റിലേറ്റഡ് ടു ആക്ഷൻ ഓഫ് ജീൻ ഈസ് ഗിവൻ ബിലോ. അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. അതെ, ഓർഡർ ഒക്കെ തന്നിട്ടുണ്ട്. ആക്ഷൻ ഓഫ് ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ സിന്തസൈസിന്റെ സ്റ്റെപ്പുകളാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഇങ്ങനെയും ചോദിക്കാം. അപ്പോ ഇത് ഇങ്ങനെ മാത്രമാണോ ചോദിക്കുക? ഡാഷ് ഇട്ടിട്ട് വരും. അതായത് ആരോ മാർക്ക് തരും, അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ, അങ്ങനെയും ചോദിക്കും. ഇത് തന്നിരിക്കുന്നത് എന്താണ്? അറേഞ്ച്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലെ. അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. സിമ്പിൾ ആണ്. എല്ലാം എന്താ പറയാ, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം നോക്കണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ് 2 സ്റ്റേജ്? ട്രാൻസ്ക്രിപ്ഷനും
ട്രാൻസ്ലേഷനുമാണ് രണ്ട് സ്റ്റേജുകൾ അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. അതാണ് നമുക്കറിയാവുന്ന രണ്ട് എന്താ പറയാ പ്രോട്ടീൻ സിന്തസൈസിലുള്ള സ്റ്റേജുകൾ, ഇത് രണ്ടെണ്ണമാണ്. അതിൽ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? DNA-യിൽ നിന്ന് RNA രൂപം കൊള്ളുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? RNA റൈബോസോമിൽ എത്തിയിട്ട് അമിനോ ആസിഡ്സിനെ വിളിച്ചു കൂട്ടി അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുക. സോ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ആദ്യം എന്താ സംഭവിക്കുക? ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ഓർഡർ നോക്കി ABCDEF ഇത് വായിച്ചു നോക്കുക, ഓർഡർ നോക്കുക. ഇതിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? mRNA ഫോംസ് ഫ്രം DNA അല്ലെ, DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്തു. എന്നിട്ട് എന്താ സംഭവിക്കുക? mRNA റീച്ച് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. mRNA ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഇരിക്കുക അല്ലെ, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പൊ mRNA റീച്ച് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് എവിടെ എത്തി? mRNA റീച്ചസ് ദ റൈബോസോം. റൈബോസോമിലേക്ക് mRNA എത്തി. അത് കഴിഞ്ഞിട്ടോ tRNA carries amino acids to the ribosome. അപ്പൊ mRNA റൈബോസോമിൽ എത്തുമ്പോൾ റൈബോസോം അങ്ങനെ ഇരുന്ന് വായിച്ചു നോക്കും എന്തൊക്കെ സാധനങ്ങൾ വേണം. എന്നിട്ട് tRNA അടുത്ത് പറഞ്ഞു കൊടുക്കും ഇന്ന അമിനോ ആസിഡ് ഒക്കെ വേണം കേട്ടോ എന്ന്. അപ്പൊ tRNA എന്ത് ചെയ്യും? ആ സൈറ്റോപ്ലാസം മുഴുവൻ കറങ്ങി അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് കൊണ്ടെത്തിക്കും. എന്നിട്ടോ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ mRNA അമിനോ ആസിഡ്സ് ആർ ആഡഡ്. mRNA ഇൻഫർമേഷൻസ് അനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന അമിനോ ആസിഡ്സിനെ എല്ലാം നമ്മൾ മുത്തു കോർക്കണ പോലെ കോർത്ത് ആഡ് ചെയ്ത് വരും. അവസാനം എന്താ ഉണ്ടാവുക? പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ് അല്ലെ. അവസാനത്തെ സ്റ്റെപ്പ് ആണ് എന്ത്? പ്രോട്ടീൻ സിന്തസൈസ്. പ്രോട്ടീൻ ഉണ്ടായി. അപ്പൊ ഒന്നും കൂടി പറയാം. എന്താണ്? mRNA ഫോംസ് ഫ്രം DNA. DNA-യിൽ നിന്ന് mRNA ഉണ്ടായി. അത് കഴിഞ്ഞാലോ mRNA റീച്ച് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വന്നു. mRNA റീച്ചസ് ദ റൈബോസോം. റൈബോസോമിലേക്ക് എത്തി. എന്നിട്ടോ tRNA carries amino acid to the ribosome. tRNA അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞിട്ടോ based on the information in mRNA amino acids are added. amino acids ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞാൽ അവസാനം അമിനോ ആസിഡ്സ് കൂടി അതെന്തായി മാറി? പ്രോട്ടീനായി മാറി. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? അല്ലേ? നമ്മുടെ ഷൈൻ ടോം ചാക്ക് ചോദിക്കുന്ന ആണോ? അല്ലേ? ആണ്. സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണ്. ഇത് മാത്രം പഠിച്ചു വെച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ observe the illustration and answer the questions given below. താഴെ തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻ ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ദി ഇല്ലസ്ട്രേഷൻ. ഈ ഇല്ലസ്ട്രേഷന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംശയം? ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അതെന്താണ്? ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ് ആണല്ലേ. ക്രോമസോംസ് ക്രോസ് ചെയ്യുന്നതാണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോംസ്. കണ്ടറിയാം അത് ക്രോസിംഗ് ഓവർ ആണെന്നുള്ളത്. ഏത് ഭാഗത്ത് നടക്കുക? മിയോസിന്റെ ടൈമിൽ അല്ലെ. മിയോസിന്റെ ടൈമിലാണ്, മിയോസിസ് ആ ഫേസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? എന്താണ് ഈ ക്രോസിംഗ് ഓവറിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണം പൊട്ടി ഒറ്റൊരു വാക്കാണ് അവിടെ വരേണ്ടത്. ഒന്നും വന്നില്ലെങ്കിലും ഈ ഒരു വാക്ക് അവിടെ വരണം. ഏതാണ് ആ വാക്ക്? വാരിയേഷൻ. വാരിയേഷന് സഹായിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? നമ്മുടെ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. വാരിയേഷന് സഹായിക്കുന്നത് അല്ലെ, വാരിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മുടെ ക്രോസിംഗ് ഓവർ. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? The chromatids break during crossing over. അല്ലെ, ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ക്രോമാറ്റിഡ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. നോക്കിയേ, ഇവിടുത്തെ ക്രോമാറ്റിഡ് ബ്രേക്ക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടുത്തെ ക്രോമാറ്റിഡ് ബ്രേക്ക് ആയിട്ട് ഇപ്പുറത്ത് വന്നിരിക്കുന്നു. അപ്പൊ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലെ. ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബ്രോക്കൺ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് വിത്ത് ഈച്ച് അതർ. ആ പൊട്ടിയിട്ടുള്ള സെഗ്മെന്റ്, ക്രോമാറ്റിഡ് പൊട്ടിയിട്ട് ആ പൊട്ടിയ സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അല്ലെ. അപ്പൊ ഒരുത്തന്റെ ക്രോമാറ്റിഡിന്റെ കുറച്ച് ഭാഗം ഇപ്പുറത്തും അപ്പുറത്തവന്റെ ക്രോമാറ്റിഡിന്റെ കുറച്ച് ഭാഗം ഇപ്പുറത്തും വന്നിരുന്നു അല്ലെ. എന്താണ് അതില്? ദിസ് എക്സ്ചേഞ്ച് കോസസ് എ റീകോമ്പിനേഷൻ ഓഫ് അല്ലീൽസ്. അത് വെറുതെ മാറിയിരുന്നതല്ല, അത് മാറിയിരിക്കുമ്പോ എന്താ സംഭവിക്കുക? അല്ലീൽസിൽ റീകോമ്പിനേഷൻ വരും. ഇവിടെ കറക്റ്റ് ഓർഡറിൽ ഇരിക്കുന്ന ആ ജീനൊക്കെ പൊട്ടി, ആ അല്ലീൽസ് ഒക്കെ പൊട്ടിയിട്ട് ഇപ്പുറത്ത് വന്ന് അവനായിട്ട് കമ്പൈൻ ചെയ്ത്
പുതിയൊരു കൈൻഡ് ഓഫ് ജനറ്റിക് കോമ്പോസിഷൻ ആവുക അവിടെ ഉണ്ടാവുക. ദിസ് ലീഡ്സ് ടു ദി അപ്പിയറൻസ് ഓഫ് ന്യൂ ട്രൈറ്റ്സ് ഇൻ ഓഫ് സ്പ്രിങ്. ഈ ആളാണ് അടുത്ത ജനറേഷനിലേക്ക് പോവുക. അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോഴോ പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ ട്രൈറ്റ് ഓഫ് സ്പ്രിങ്ങിൽ ഉണ്ടാവും. അപ്പൊ വാരിയേഷൻ സംഭവിക്കും. അപ്പോ അങ്ങനെയാണ് വാരിയേഷൻ ഉണ്ടാവുക. കിട്ടിയോ? മനസ്സിലായോ? ക്രോമസോംസ് നല്ല മര്യാദയ്ക്ക് വൃത്തിക്ക് ഇരിക്കുകയാണ്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ക്രോമസോമിന്റെ ഒരു ക്രോമാറ്റിഡിന്റെ ഒരു സെഗ്മെന്റ് പൊട്ടിയിട്ട് അപ്പുറത്തോന്റെ അവിടെ പോയി ചേർന്നിരിക്കും. അവന്റെ പൊട്ടിയിട്ട് ഇപ്പുറത്ത് വന്നിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അവിടെ? റീകോമ്പിനേഷൻ ഓഫ് അല്ലീൽസ്. അപ്പോഴോ ഇത് അടുത്ത ജനറേഷനിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ എന്താ സംഭവിക്കുക? പുതിയ ക്യാരക്ടർ ഫോം ചെയ്യുന്നു, പുതിയ ഓഫ്സ്പ്രിംഗില് ന്യൂ ട്രൈറ്റ്സ് ഫോം ചെയ്യുന്നു, വാരിയേഷൻ സംഭവിക്കുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഓൾ സെറ്റ്? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ട്രിക്കി ചോദ്യം ചോദിക്കട്ടെ. ഇത് ബ്രേക്ക് ആവുന്ന ഒരു പോയിന്റ് ഇല്ലേ? ഇതിങ്ങനെ ക്രോസിംഗ് ഓവർ നടന്ന് നോക്കിയേ, ഈ ബ്രേക്ക് ആവുന്ന ഈ ഒരു പോയിന്റ്, ആ പോയിന്റിന്, ആ ഒരു സ്ഥലത്തിന് ഒരു പേര് പറയല്ലോ. ആ പേര് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നല്ല രസമല്ലേ? ഫ്ലോ ചാർട്ട്, ഇൻഡു, വട്ടം, ആരോ. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഇലുസ്ട്രേഷൻ ഒബ്സർവ് ചെയ്ത എല്ലാരും കാര്യമായിട്ട് തന്നെ ഒബ്സർവ് ചെയ്തോ? നോക്കട്ടെ, ഒബ്സർവ് ചെയ്യുന്നുണ്ടാ? ഒബ്സർവ് ചെയ്തു. റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്തു. റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടി ക്രോസ് ചെയ്തു. നോക്കിയ റെഡ് ഫ്ലവറിന്റെ എന്താണ് ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്? ഇത് ഫീനോ ടൈപ്പ് ആണ് അല്ലെ? എക്സ്റ്റേണലി നമുക്ക് കാണുന്ന എന്താണ് ആ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോ ടൈപ്പ് എന്ന് പറയാം. മോർഫോളജിക്കൽ ആ ക്യാരക്ടർ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ട്രൈപ്പിനെയാണ് നമ്മൾ ഫീനോ ടൈപ്പ് എന്ന് പറയാം. അതിന്റെ ജനറ്റിക് കോമ്പോസിഷൻ അലീൽസിനെ കാണിക്കുന്ന ആ ഒരു ടൈപ്പാണ്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ജീനോ ടൈപ്പ്. ഇതാ ജീനോ ടൈപ്പ്. അപ്പൊ ഫീനോ ടൈപ്പ് തന്നിട്ടുണ്ട്. റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ആണ് അതിന്റെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആർ ആണ് റെഡ് ഫ്ലവറിന്, സ്മോൾ ആർ ആണ് വൈറ്റ് ഫ്ലവറിന്. അപ്പൊ ഗാമേറ്റ്സിന് എങ്ങനെ കിട്ടും? ഇത് ഗാമേറ്റ്സ് ആണ്. ഗാമേറ്റ്സിന് എങ്ങനെ കിട്ടുക? റെഡ് ഫ്ലവറിന് ക്യാപിറ്റൽ ആർ, വൈറ്റ് ഫ്ലവറിനോ സ്മോൾ ആർ. അപ്പൊ ഉണ്ടാകുന്ന ഫസ്റ്റ് ജനറേഷനിൽ അഫ്കോഴ്സ് നമുക്കറിയാലേ എങ്ങനെയാ വരിക? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, വാട്ട് ഡസ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ ഡിനോട്ട് ഇൻ ദിസ് ഇലുസ്ട്രേഷൻ? എന്താണ് ഈ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണത്? ജീനോടൈപ്പ്. ഇതാണ് ജീനോടൈപ്പ് അല്ലെ? ഒരു ക്യാരക്ടറിന് എന്തുണ്ട്? ഒരു ക്യാരക്ടറിന് രണ്ട് ട്രൈറ്റ് ഉണ്ട്. ഒരു ജീനിന് അല്ലെ, ഒരു ജീനിന് രണ്ട് ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ട്രൈറ്റ് ഉണ്ട്. അത് ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഈ ആറ്, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നൊക്കെ പറയുന്നത് ആ ജീനിന്റെ എന്താണ്? ആ ജീനിന്റെ അലീൽസ് ആണ്. അല്ലീലുകളെയാണ് നമ്മള് ഈ ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ അല്ലീൽസിനെയാണ്. കിട്ടിയോ? മനസ്സിലായോ? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അല്ലീൽസ് ആണ്. Which character is expressed in first generation? ഫസ്റ്റ് ജനറേഷനില് എക്സ്പ്രസ് ആവുന്ന ആ ക്യാരക്ടർ ഏതാണ്? സിമ്പിൾ അല്ലേ? ഏത് ക്യാരക്ടർ ആണ്? എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിനെ പറയുന്ന പേരെന്താ? ഡോമിനന്റ് ക്യാരക്ടർ അഥവാ ഡോമിനന്റ് ട്രൈറ്റ് എന്നാണ് അല്ലെ? ഏതാണ് ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത്? ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ക്യാരക്ടർ ആണ് അവിടെ എക്സ്പ്രസ് ആവുക? റെഡ് ഫ്ലവർ ആയിരിക്കും അല്ലെ? ഫസ്റ്റ് ജനറേഷനിലെ ആളുകൾ റെഡ് ഫ്ലവറിലുള്ള ആൾക്കാരായിരിക്കും. കാരണം എല്ലാവർക്കും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഫസ്റ്റ് ജനറേഷനിലെ എല്ലാ ഫ്ലവേഴ്സും റെഡ് ഫ്ലവർ ആയിരിക്കും. വൈ? കാരണം എന്താ? നോക്കിക്കോ, കാരണം എന്താണ്? സോറി, നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താ? അത് തന്നെ, ഡോമിനന്റ് ട്രൈറ്റ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ട്രൈറ്റ് എന്ന് പറയുന്നത് ഡോമിനന്റ് ട്രൈറ്റ് ആയിരിക്കും. ഡോമിനന്റ് ട്രൈറ്റ് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഏതാണ് ഡോമിനന്റ്? റെഡ് ഫ്ലവർ ആണ്. ആരാണ് അപ്പൊ പതുങ്ങിയിരിക്കുന്നത്? ആരും കാണണ്ട തന്നെ, ഞാൻ ഒളിച്ചിരിക്കാം ഈ ജനറേഷനിൽ. ആരാണത്? ഹിഡൻ ആയിട്ടിരിക്കുന്ന ആ ട്രൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റെസസീവ് ട്രൈറ്റ്, റെസസീവ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. ഇവിടത്തെ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് റെഡ് ഫ്ലവർ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ജനറേഷനിലെ എല്ലാവർക്കും റെഡ് ഫ്ലവർ ആയിരിക്കും. Okay, because red flower is the dominant trait in this illustration. Dominant trait red flower ആയിരിക്കും. Clear? All set? മനസ്സിലായോ? സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാ.
അതിലും സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. വുമൻ 44 പ്ലസ് എക്സ് എക്സ്, 44 പ്ലസ് എക്സ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. മാൻ 44 പ്ലസ് എക്സ് വൈ, 44 പ്ലസ് എക്സ് വൈ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ വാട്ട് ഡസ് ദ നമ്പർ 44 ഇൻഡിക്കേറ്റ്? അപ്പൊ ഇതൊക്കെ എന്താ? വുമനിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ആണല്ലേ ഇത്, ജനറ്റിക് കോമ്പോസിഷൻ. മാനിന്റെ ജനറ്റിക് കോമ്പോസിഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 44 എന്ന് പറയുന്ന സാധനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ഈ 44? എന്താണ് ഈ എക്സ് എക്സ്? എന്താണ് ഈ എക്സ് വൈ? ഇത് എന്താ പരിപാടി? എന്താ ഇങ്ങനെ എഴുതി കാണിക്കുന്നത്? സൂചിപ്പിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. നമ്മൾ പഠിച്ചതാ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ആണല്ലേ. എത്രയാണ്? 23 പെയർ ആണ് ഉണ്ടാവുക. ഓക്കെ, 23 പെയർ എന്ന് പറയുമ്പോൾ മൊത്തം 46 ക്രോമസോംസ് ആണ് ഹ്യൂമനിലുള്ളത്. അതില് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 44 എണ്ണം കറക്റ്റ് ആണ്, ഐഡന്റിക്കൽ ആണ്. മറ്റേതിലൊരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 44 എണ്ണത്തിന് നമ്മൾ ഒരു പേര് പറയും, മറ്റേ രണ്ടെണ്ണത്തിന് വേറൊരു പേര് പറയും. എന്തായിരുന്നു അത്? വാട്ട് ഡസ് ദി നമ്പർ 44 ഇൻഡിക്കേറ്റ്സ്? എന്താണ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? സൊമാറ്റിക് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസ് ആണല്ലേ. സൊമാറ്റിക് ക്രോമസോംസ് നമ്മുടെ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന സൊമാറ്റിക് ക്രോമസോംസ്. അത് ഐഡന്റിക്കൽ പെയർസ് ആയിരിക്കും. ആദ്യത്തെ 22 പെയർ എന്തായിരിക്കും? സൊമാറ്റിക്. ആദ്യത്തേന്നല്ല, 22 പെയർ സൊമാറ്റിക് ക്രോമസോംസ് ആണ്, ഐഡന്റിക്കൽ പെയർസ് ആണ്, ഹോമോലോഗസ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന എക്സ് എക്സ് ആൻഡ് എക്സ് വൈ, എക്സ് ക്രോമസോംസിനെയും വൈ ക്രോമസോമിനെയും നമ്മൾ പറയുന്നത് സെക്സ് ക്രോമസോം എന്നാണ്. സെക്സ് ക്രോമസോം, സെക്സ് ക്രോമസോം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം 46 എണ്ണം. സൊമാറ്റിക് ക്രോമസോം 44ഉം സെക്സ് ക്രോമസോം 2ഉം അടക്കം 46 എണ്ണം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈസ് ദി ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ജനറ്റിക് മേക്കപ്പ് 44 പ്ലസ് എക്സ് എക്സ് മെയിൽ ഓർ ഫീമെയിൽ? 44 പ്ലസ് എക്സ് എക്സ് ഉള്ളത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? നോക്കിക്കോ 44 പ്ലസ് എക്സ് എക്സ് ഉള്ളത് ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഫീമെയിൽ ആയിരിക്കും. എന്താണ് അതിന്റെ കാരണം? എക്സ് എക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എക്സ് എക്സ് ഉണ്ടെങ്കിൽ അത് ഫീമെയിലാ. കാരണം എന്താ? ഫീമെയിൽസിലത്തെ സെക്സ് ക്രോമസോംസ് ഐഡന്റിക്കൽ ആണ്, സെയിം ആയിരിക്കും. എക്സും എക്സും വന്നു കഴിഞ്ഞാൽ അത് ഫീമെയിൽ തന്നെയാണ്. എന്താ പറയാ, കണ്ണും പൂട്ടി എഴുതി വെക്കാം. ഓക്കെ, കണ്ണും പൂട്ടി നമുക്കറിയാം എന്താണ്? എക്സും എക്സും വന്നു കഴിഞ്ഞാൽ അത് ഫീമെയിൽ ആണ്, ഫീമെയിൽ ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമസോം. തെറ്റിക്കണ്ട. സൊമാറ്റിക് ക്രോമസോം. ആൻഡ് എക്സും വൈയും വരുന്നത് ഏതാണ്? സെക്സ് ക്രോമസോം ആണ്. സെക്സ് ക്രോമസോം ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. കംപ്ലീറ്റ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് DNA വിത്ത് ദ ഗിവൻ നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. DNA സീക്വൻസും തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ഓരോ ന്യൂക്ലിയോടൈഡുകളാണ് അല്ലേ. ഇതൊരു സ്ട്രാൻഡ്, ഇത് വേറെ സ്ട്രാൻഡ്. 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, ഡബിൾ സ്ട്രാൻഡ് അല്ലേ നമ്മുടെ DNA. അപ്പൊ ഇതൊക്കെ ഓരോ ന്യൂക്ലിയോടൈഡ് തന്നിട്ടുണ്ട്. നമ്മുടെ നൈട്രജൻ ബേസസും ഓരോന്നും തന്നിട്ടുണ്ട്. ഓരോ നൈട്രജൻ ബേസസ് ഇതേ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാലോ. ഇവിടെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ ആരാ? അഡെനിൻ ആണ്. എ ഫോർ അഡെനിൻ. അപ്പൊ അഡെനിൻ ആണ് ഇപ്പുറത്തെങ്കിൽ ഇപ്പുറത്ത് ആരായിരിക്കും? അഡെനിന് കൂട്ടായിട്ടുള്ളത് ആരാ? നമ്മുടെ സ്വന്തം തൈമിൻ ആണല്ലേ. ടി ഫോർ തൈമിൻ. തൈമിൻ ആയിരിക്കും ഇപ്പുറത്ത്. അത് അങ്ങനെ വരൂ. ഡബിൾ ബോണ്ടിലെ അഡെനിൻ തൈമിൻ മാത്രമേ വരുള്ളൂ. അഡെനിൻ ആണെങ്കിൽ ഇപ്പുറത്ത് അവന്റെ കൂട്ടുകാരൻ ആരാണ്? തൈമിൻ ആണ്. AT ആണ് അവര്. അഡെനിൻ തൈമിൻ ആണ്. അപ്പുറത്ത് നോക്കിയ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് നോക്കിയ നിങ്ങള്, തൈമിൻ തന്നിട്ടുണ്ട് ഇപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആരായിരിക്കും? തൈമിൻ ആണെങ്കിൽ നിസ്സംശയം പറയാം അവിടെ അപ്പുറത്ത് ആരാ? നമ്മുടെ സ്വന്തം അഡെനിൻ ആണ് വിത്ത് ഡബിൾ ബോണ്ട് അല്ലെ. ഡബിൾ ബോണ്ടോട് കൂടി നമ്മുടെ അഡെനിൻ ആണ് അപ്പുറത്ത് ഉണ്ടാവുക. അഡെനിൻ ആണ് ഇപ്പുറത്ത് ഉണ്ടാവുക. അഡെനിനും തൈമിനും എപ്പോഴും ഒരുമിച്ചാണ്. അവരാണ് ഫ്രണ്ട്സ്. എവിടെ? DNA-യുടെ കേസില്. ഓക്കെ, RNA ആണെങ്കിലോ തൈമിന് പകരം അവിടെ യുറാസിൽ വന്നേനെ. അപ്പൊ തെറ്റിക്കരുത്. DNA എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഡെനിന്റെ ഇപ്പുറത്ത് തൈമിൻ തന്നെ ആയിരിക്കും. അവിടെ ഒരു യുറാസിലും അല്ല വരിക, തൈമിൻ തന്നെ ആയിരിക്കും വരിക. അത് കഴിഞ്ഞാൽ ഗ്വാനിൻ തന്നിട്ടുണ്ട്. പിന്നെ അത് DNA ആണെങ്കിലും RNA ആണെങ്കിലും ഗ്വാനിൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്ത് ആരായിരിക്കും? നമ്മുടെ സൈറ്റോസിലായിരിക്കും. ഗ്വാനിൻ ആണ് G.
സൈറ്റോസിൻ ആയിരിക്കും അല്ലെ, സൈറ്റോസിൻ. ഓക്കെ, എത്ര ബോണ്ടാ? 3 ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള DNA-യുടെ എന്ത് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഏത് നൈട്രജൻ ബേസ് കൂട്ട് വേണം എന്നുള്ളത് ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ. അപ്പൊ നമ്മുടെ DNA ആണെങ്കിൽ ATGC, അതാണ് സീക്വൻസ്. ഇറക്കി എഴുതാം, ATGC. RNA ആണെങ്കിലോ AGC, കറക്റ്റ് ആണ്. ടിക്ക് പകരം എന്ത് എഴുതണം? U. മോളിൽ DNA ATGC ആണെങ്കിൽ RNA AUGC ആണ്. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ സെറ്റ് ആണോ? എല്ലാം സെറ്റ് ആണോ? യെസ്. അപ്പൊ ഇനിയിപ്പോ എന്താ, എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, കിളി പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ, ബൈ ബൈ.